സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടി. എന്യൂമറേഷൻ ഫോം തിരികെ നൽകാനുള്ള അവസാന തീയതി ഡിസംബർ 18 വരെയാക്കി. സുലേഖ ചേരുകയാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങളുമായി. സുലേഖ, സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് പുതിയ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അക്ഷയ്, എന്തായാലും ഈ തീവ്ര പരിശോധനയുടെ സമയം അത് നീട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. SIR പരിഷ്കരണത്തിന്റെ പുതുക്കിയ സമയപരിധി എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. എന്യൂമറേഷൻ ഫോം തിരികെ നൽകാനുള്ള അവസാന തീയതി അത് ഡിസംബർ 18 വരെ നീട്ടിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക ഡിസംബർ 23-നാണ്. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നേരത്തെ ഡിസംബർ 11-നായിരുന്നു ഫോമുകൾ തിരികെ നൽകാനുള്ള ഈ എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച തിരികെ നൽകാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 11 അതാണ് ഇപ്പോൾ 18-ാം തീയതി വരെ നീട്ടിയിട്ടുള്ളത്. ഒപ്പം ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി ഡിസംബർ 16 അതിപ്പോൾ ഡിസംബർ 23 നീട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ അക്ഷയ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ യോഗം വിളിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും BJP ഒഴികെയുള്ള മറ്റെല്ലാ പാർട്ടികളും ഇത്തരത്തിൽ ഈ സമയപരിധി നീട്ടണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ SIR-ന്റെ ഈ സമയപരിധി നീട്ടണമെന്നുള്ള ആവശ്യം ഈ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചത്. CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് യോഗത്തിൽ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ സമയപരിധി നീട്ടിക്കൊണ്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. ശരി, എന്തായാലും സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിയിരിക്കുകയാണ്. സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്.